ഹലോ മുത്തുകളെ, അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുനീർ മേടയിലാണ്. അപ്പം നമ്മുടെ നിന്ന് ഒരുപാട് പേര് മൽബറിയുടെ തൈ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെയിം പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കസ്റ്റമറിന് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതെങ്ങനെ പോട്ട് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെ ഇതിനകത്ത് നിറയെ കായ്ക്കുന്ന രീതിയിൽ ബ്രൂൺ ചെയ്ത് നിർത്താം, അധികം ഹൈറ്റ് വെക്കാത്ത രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്നിൽ നല്ലൊരു ചെടിച്ചട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിലോ ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് നടാം. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ചെടിച്ചട്ടിയിലാണ് ഇത് നടന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചെടിച്ചട്ടി എടുക്കും, അതുപോലെ തന്നെ എന്തൊക്കെ വളം ഇട്ട് കൊടുക്കാം, അധികം ഹൈറ്റ് വെക്കാതെ തന്നെ ഇത് നിറയെ കായ്ക്കുന്ന രീതികളെല്ലാം ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മണ്ണ് സെലക്ട് ചെയ്യുക. മണ്ണ് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണും മണലും അതുപോലെ തന്നെ ഇത്ര ഐറ്റംസാണ് ഇതിനകത്തുള്ളത്. കാരണം വെച്ചാൽ ഇതാദ്യം മണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. മണ്ണ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ സമയത്തും നിറയെ ഫ്രൂട്ടോട് കൂടി നിൽക്കുന്ന ഒരു പ്ലാന്റാണ് മൽബറി. കാണാൻ നല്ല രസമാണ്, അധികം ഹൈറ്റ് ഒന്നും വെക്കില്ല. നമ്മളിൽ നിന്ന് ഒരുപാട് കസ്റ്റമർ വാങ്ങിച്ചിട്ട് വന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് സെയിലായത് മൽബറിയാണ്. അപ്പോൾ മൽബറി എങ്ങനെ നടന്നതെന്ന് കാണിച്ചിട്ട് ഇതേപോലൊരു പീസാണ് നിങ്ങൾക്ക് വരുന്നത്. ഇതുപോലൊരു പീസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു തുള്ളി മണ്ണ് പോലും കളയാതാണ് കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു പ്ലാന്റ് ആയിരിക്കും കസ്റ്റമറിന് കിട്ടുന്നത്. ഇത്രയും നല്ല ഹെൽത്തി പ്ലാന്റ്സും അതുപോലെ തന്നെ ഒരു തുള്ളി പോലും വാട്ടർ ഇല്ലാതായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ കിട്ടിയതിന് ശേഷം നമ്മൾ ഈ കവർ വേര് സെറ്റൊക്കെ വേര് പൊടിയാതെ നോക്കണം. കീറുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. കവർ കീറുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ പ്ലാന്റ് കിട്ടും. ഒരു തുള്ളി പോലും വേര് പൊടിഞ്ഞിട്ടില്ല. അത് അതേപോലെ തന്നെ സെറ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഏത് വളമാണോ ഉള്ളത്, പിന്നെ ചാണകപ്പൊടിയാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ആട്ടുംകാട്ടാണെങ്കിലും ഏതാണോ നിങ്ങൾക്കുള്ളത് അതുകൂടെ ചേർത്ത് വെച്ചാൽ മതി. ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഇതിനകത്തിപ്പം അതിനകത്ത് എല്ലാം കൂടി ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും കാണിക്കാൻ ഞാൻ വളം ഇളക്കുന്നത്. അപ്പോൾ ഇത്രയും പരിപാടിയുള്ളൂ. ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുകയുണ്ട്. ഇതിനകത്തെല്ലാം നിറയെ കാപിടിക്കും, അധികം ഹൈറ്റ് ഒന്നും വെക്കില്ല. പിന്നെ ഇതിലും നല്ല ശേഖരങ്ങൾ വരുമ്പോൾ ബ്രൂൺ ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി മൽബറിയുടെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മുടെ സ്റ്റോക്ക് വന്നു. ഇതേ സെയിം പ്ലാന്റ്സാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത്. ഒരു തുള്ളി പോലും മണ്ണ് കളയോ ഒരു വാട്ടോ ഇല്ലാതെ തന്നെ കസ്റ്റമറിൻ്റെ കൈ കിട്ടുന്നതായിരിക്കും. ആ പ്ലാന്റ്സ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നടിയിൽ രീതി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് നടാം. ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ നടിയിൽ രീതി സെയിം തന്നെ. പിന്നെ ഇതിലാകുമ്പോൾ കാണാൻ ഒരു രസമായിരിക്കും. എപ്പോഴും ഇതിനകത്ത് കായുമായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് എവിടെയെങ്കിലും എടുത്ത് മാറ്റി വെക്കാം. ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ നട്ടാൽ മതി. ഗ്രോ ബാഗിലാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ബുഷായി തന്നെ പ്ലാന്റ്സ് കയറി വരും. ആ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പം മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.